ആസിഫ് കാപ്പാടിന്റെ മനോഹരമായ മിമിക്രി അനുകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന അബ്ദുൽ സമദ് സമദാനിയുടെ ആ മനോഹര ശബ്ദത്തിലൂടെ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണത്തിനും ഉച്ചകത്തെ ചോറിനുമുള്ള തിരിച്ച് നൽകൽ ഞങ്ങൾ ശബ്ദത്തിലൂടെ നൽകുന്നു. ആരംഭം, അവദാനം, സ്നേഹം, പ്രകീർത്തനം എന്നിവയിൽ നിന്നും വ്യതിചലിതമായുള്ള മാർഗദർശനം, സ്നേഹവും സൗഹൃദവും ഒരുമിക്കുന്ന സൗഹാർദ്ദത്തിന്റെ ഒരു വേദിയാണ് നമ്മളിപ്പോൾ പടുത്തുയർത്തിയത്. സ്നേഹനിർഭരമായ റാപ്പയുണ്ട്, തുർക്കി അബ്ദുള്ളയ്ക്കുണ്ട്, നമ്മുടെ പ്രിയ മജീദ്, അതിനുപരി നമ്മുടെ പ്രിയ സുഹൃത്തായ ഖാലിദ് ഇവിടെയുണ്ട്. അതിനൊപ്പം തട്ടി ഞാൻ മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂമി കണ്ട്, അറിവിന്റെ കേദാരഭൂമി കണ്ട് മക്കാമണൽ തട്ടി ചെന്നിട്ടില്ലേതും അയ്യോ അമ്മായി ഒരുപാട് നേരമായി വെളുക്കുന്നത് നോക്കാൻ തുടങ്ങിയിട്ട് അയ്യരി പെണ്ണെ ചിരിക്കുന്ന ചിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മാവാ ഒരുമാതിരി കൂപ്പിലെ പണി കാണിക്കരുത്. അയ്യേ ശരി ഞാൻ എന്തുവാണ് ഇവിടെ നോക്കിയിരുന്നിട്ട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോ വിടാൻ പുറത്തു പോയാ നീ ഇങ്ങനെ നാട് വിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പം എല്ലാവരോടും എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഇവനോട് എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. എന്തേ പകരം വിട്ടാട്ടിട്ട് കാര്യമില്ല. എന്റെ മനസ്സാറൊന്നും പറയാതെ എല്ലാവരും കൂടി ഇരിക്കുമ്പോ പിന്നെ ഞാൻ മാത്രം എന്ത് പറയാനാണോ? ആശിപ്പ് വയറ് കഴിച്ചു ചോറുന്നോ അല്ലെ ചോറ് വയറിൽ തിന്നോ എന്നുള്ള എന്റെ നരവീന കൺട്രോളുകളും ഉള്ളിൽ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ അടയ്ക്കാൻ പറഞ്ഞു. എല്ലാം പറയുന്നത് ഇപ്പൊ കാണിച്ച ചിത്രത്തിലുള്ള മറുപടി ലെഫ്റ്റിന് പറയാം. ആരോടാ തുടങ്ങിയതല്ലേ എതിർത്തേക്കാം. പിന്നെ ഇങ്ങനെ വെറുതെ അടിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ അടിക്കാനാ? അടിച്ചൂട്, അടിക്കൂ. ഇത് ഇത്ര ലൈറ്റായിട്ടാണ് ബുദ്ധിമുട്ടുന്നില്ല. തൻ്റെ ഈ സംഭവത്തിൽ എനിക്കത് ഭയങ്കര ഇഷ്ടം. വെള്ളരി അതിലെ ഇതുണ്ട് ഇങ്ങനെ പറയുന്ന അതെല്ലാം വിളിക്കുന്നത് ശക്തിത്വവുമായി പറയുകയാണെങ്കിൽ കൊള്ളാവില്ല. പന്ത് അറിഞ്ഞുകൊണ്ട്
പോലീസിന്റെ ലക്ഷ്യമാക്കിയിട്ട് അടിച്ചാൽ മാത്രമേ പോസ്റ്റിൽ കയറുകയുള്ളൂ. കുറെ കാലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സെൽഫ് ഗോൾ മാത്രം അടിക്കുന്നുള്ളൂ. ഞാൻ മരിച്ചു പോയത് ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്റെ ചുറ്റിപ്പടി ഉണ്ടായി കേട്ടോ. ആഭ്യന്തരമന്ത്രി കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ വിനയിച്ച് തന്ന എന്റെ മൊബൈലാണ്. അത് ഒരാളോട് കൊണ്ടാണ് പറയില്ല. അച്ഛൻ അവന് പറഞ്ഞു തരില്ല. പിന്നെ ഞാൻ കേട്ടു